പോയിട്ടില്ല. അതാ മോളെ ഇങ്ങനെ നിന്റെ മക്കളെ നല്ലോണം നിന്റെ മോനെ ചെയ്യണ്ട. ഇത് രക്ഷിക്കാത്ത നല്ല വാക്കുണ്ടെങ്കിൽ നീ കിടക്കാത്ത പണിതിനകത്ത് നിന്റെ മോനെ ചെയ്യണം. അവനുണ്ടാക്കിയ വരയ്ക്കല്ല അവൻ കഷ്ടപ്പെട്ട കാശിനാണ് നിന്റെ മോനെ നിന്റെ മോനും ചെയ്യണം. നിന്റെ മോൻ നിന്റെ കൂടെ നീ എന്തിനാണ് അവനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? നീ എന്താ അവനെ ആഹാരം നീ ഇത്ര വലിയ നല്ലപോലെ അത് തന്നെയല്ല ഇതെല്ലാം അന്നേരം മറ്റവർക്ക് കൊടുക്കാനും അവന്റെ മോളെ അതുപോലെ എല്ലാം നാലാമത്തെ കഴിഞ്ഞ തന്നെ അവന്റെ മോളെ ഇതുപോലെ എന്റെ മോന്റെ മോളെ ഇതുപോലെ നാലാമത്തെ കഴിക്കാനായിട്ട് കൂടി വിടാതെ മക്കളെ അല്ലാതെ വഴി പഠിപ്പിക്കാൻ നമ്മളെ പറയുന്നത് എന്റെ കൊച്ചിന് ഞാൻ 2.5 വയസ്സായപ്പോഴേ ഞാനും എന്റെ ജോലിക്ക് പോയി 2 വയസ്സായപ്പോൾ അവിടെ വീട്ടിൽ അവിടെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അമ്മ ഒന്നും കുളിപ്പിച്ച് വണ്ടിയിലേക്ക് 10-20 ചപ്പാത്തിയും കറി ഉണ്ടാക്കി വെച്ച് അവിടെ പാത്രത്തിൽ കിളപ്പി വെച്ചില്ലായിരുന്നു. ഞാൻ മതിയമ്മേ നിങ്ങൾക്ക് എന്നെ എന്താ പറയണേ എന്റെ കൂട്ടാണ് ചെടിയുടെ കൂടെ ആട് തന്നെ നീ എന്റെ കൊച്ചിനെ നിന്റെ മക്കളെ കഴിച്ചു നോക്കിയാണ് എന്റെ കൊച്ചിന്റെ കാര്യം നീ നോക്കണം. IAS എന്ന് പറഞ്ഞ ഇവൻ IAS എന്ന് പറഞ്ഞാൽ ഇവൻ പറയുന്നത് ഇവൻ IAS ഈശ്വരന് അറിയാം എവിടെ നിർത്തണം എന്നുള്ളത്. അവിടെ പമ്പയുടെ കൂടെ അവിടെ വളരുന്നത് അവിടെ പമ്പയുടെ സൃഷ്ടിന് അവകാശിയാണ്. വേറെ ആരുമില്ല അവിടെ അവള് നിൽക്കേണ്ടത്. അത് വേറെ പിള്ളേരും നിർത്തിയൊന്നും ഇല്ലല്ലോ. വേറെ ആൾക്കാരൊക്കെ കാശ് കൊടുക്കുന്നുണ്ട്. ലെജിറ്റിമേറ്റ് പറഞ്ഞാൽ മതി. ലെജിറ്റിമേറ്റ് സൈഡില് മാളവിക ബിജുവ മാളവിക ജി ആയത് ദൈവം മാളവിക ബിജുവ അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഞാൻ നിർബന്ധമൊന്നും പിടിച്ചു മാളവികാടി ന്യൂമറോളജി പ്രകാരം മാളവികാടി ശരി മാളവികാടി എന്റെ പേര് ദൂരോട്ടം വരുന്നു നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈശ്വരൻ അവനെ കൊണ്ട് തന്നെ മാളവിക ബിജു എന്നാണ്. നിനക്കൊക്കെയാണ് അപ്പൊ തലവെട്ട് അമ്മ അപ്പൊ അവനെങ്ങനെ തലവെട്ട് തലവെട്ട് 3 നടക്കുകയാണ് BJP അത് തലവെട്ട് കൂടുതലാണ്. ആദ്യമേ ന്യൂമറോളജി പ്രകാരം മാളവിക ഡി എന്നിട്ട് പിന്നെ മാളവിക ബിജുവായി. ഇതിനെ പോലെ ഇത് വട്ടമില്ല. അവൻ വിചാരിച്ച് പറയാൻ പുറത്തെല്ലാം ഈ വായ്പ ഞാൻ കുറവെത്തിയിട്ട് ആരെങ്കിലൂടെ കൊടുക്കാമെന്ന് ഇതൊന്നും വിചാരിച്ച് ഇതൊക്കെ നടക്കുക ഇപ്പോഴും മാനോ മാനോ ഇല്ലാതെ എന്റെ വീട്ടിലൊന്നും നമ്മൾ പോയില്ല. ഈ പണിയെ നമ്മുടെ എന്റെ കൊച്ചിനെ കുറിച്ച് പറയുന്നത് നാരായണന്റെ ചെരുപ്പൂട്ടി എന്റെ കൊച്ചിന്റെ പേര് ഉച്ചരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇവൻ എന്ത് യോഗ്യതയാണുള്ളത് എന്റെ കൊച്ചിന്റെ പേര് പറയുന്നത്? ആരാണ് നമ്മളെ എങ്ങനെ നീ ആരാടാ ഞങ്ങളുടെ എന്റെ കൊച്ചിന്റെ പേര് നീ നിന്റെ നാട്ടിൽ നീ ആരാടാ? നിന്റെ വീട്ടിലുണ്ടോ നിന്റെ മോടെ കൂട്ട് 10 തോറ്റൊക്കെയാണോ പഠിച്ചത്? എങ്ങാണ്ട് കേട്ടത് പഠിച്ചു. നീ ആരാടാ എന്റെ കൊച്ചിന്റെ പേര് നീ ശരിക്കാണ് നിന്റെ നാട്ടിൽ നിന്നെ കണ്ട് കണ്ടുകൂടിയത് കയ്യിലൊക്കെ കള്ളുകുടിച്ച് കിടന്ന കണ്ടുകൂടിയാങ്ങാണ്ട് അങ്ങനെ ഏതോ വലിയ സേവനാന്ന് പറഞ്ഞ BJP നിന്റെ തല ഈ ദിവസവും BJPയെ കാണുകയും നിന്നെ BJP തലയെ പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എടുത്താൽ ഇങ്ങോട്ട് നീ കയറിയെടുക്കാന്ന് പറഞ്ഞാൽ നിന്റെ രോഗവും ഇവൻ തന്നെ പറഞ്ഞല്ലോ. ഇവൻ തന്നെ പറഞ്ഞത് ഇവൻ കാണുന്നത് അവന്റെ നിർദ്ദേശങ്ങളാണ് നടത്തുന്നത്. നിങ്ങൾ മിണ്ടായി നിങ്ങൾക്കറിയില്ല. ഒത്തിരി പേര് പറഞ്ഞതാ പേടിപ്പിക്കാനാണ് മാളൂന്റെ വായിന്ന് തന്നെയാണ് പേടിപ്പിക്കാനാണ്. ഇവരെല്ലാം കൂടെ ഒന്നിച്ചുള്ള പണികളാണ് ഇതൊക്കെ. മാളൂന് ചില കാര്യങ്ങളൊക്കെ അറിയാം. പേടിപ്പിക്കാനാ പോലും പേടിപ്പിക്കാൻ അവിടെ വായിന്ന്
എടുക്കാന്ന് വിചാരിച്ചു. കണിയാന്റെ മോൻ ഇവിടെ കയറുന്നൊന്ന് കഥയുണ്ടാക്കാൻ എന്റെ ക്യാമറ അടിച്ചു പൊട്ടിച്ച്. ക്യാമറ ഓഫ് ചെയ്താ ജോലി. ഇവനാരാ? കുറച്ച് നാടൂരി കുറെയൊക്കെ അറിയാം. കള്ളത്തരങ്ങളൊക്കെ ഒത്തിരി അവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കള്ളത്തരമൊക്കെ കൈ വെച്ചാൽ മതി. മോളായാലും ശരി, ആരായാലും ശരി. മോളായാലും ശരി ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ ഞാൻ ആ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നെന്ന് തന്നെ അറിയാം. ആരാ മുഖം നോക്കത്തില്ല. ആ ഏത് അവളായാലും ഏത് അവനായിരിക്കും. അത് എന്റെ ബന്ധുവായാലും ശരി, എന്റെ എന്തെങ്കിലും ബന്ധുവും ഉണ്ടോ സംഭവമൊന്നുമില്ല. ആര് ക്രിമിനൽ ആക്ടിവിറ്റി ആരായാലും ശരി മോളായിരിക്കും. നടത്തിയെന്ന് തന്നെ പറയും ക്രിമിനൽ ആക്ടിവിറ്റി. എന്റെ അടുത്ത് വേണ്ട. കള്ളത്തരവും നമ്മട്ടോടെ കൈ വെച്ചിരുന്നാൽ ഇങ്ങനെ കിട്ടണം. അത് ഇനി ആരായാലും ശരി ഒറ്റ ഇതേ ഉള്ളൂ. കൊച്ചിനെ പഠിപ്പിച്ച് വിടുക. മാടും ഇവൻ ആരാണ് മാടും? എന്റെ മോള് കായംകുളം ഗേൾസിലാ പഠിച്ചത്. കായംകുളം ഗേൾസില് ഇവന്റെ കണിയാൻകുട്ടന്റെ മോള്. അന്ന് അനിരുദ്ധനായിരുന്നു അവിടെ ഹെഡ് മാസ്റ്റർ. എനിക്കിതെല്ലാം അറിയാം നല്ല പോലെ. എന്നിട്ട് എന്നിട്ടും ഇവള് പക്കി തോറ്റ് തൊപ്പിയിട്ടാണ്. എന്നിട്ട് പിന്നെ മലപ്പുറത്തോട്ട് വിട്ട്. അപ്പൊ ഇവിടെ വൈകുമ്പോ പറയുന്നത് കേക്കേടെ അവിടെ അടുത്ത കയറി ഇരിക്കുവായിരുന്നു ജോലി എന്നാ പറയുന്നത്. അവള് വടക്കേലെ കണിയാന്റെ മോള് കണിയാട്ടി അല്ല, മോള് കണിയാട്ടി കെരിക്കേ കയറി ഇരിപ്പായിരുന്നു ജോലി. അത് ശരി, അവള് കെരിക്കയിലിരിപ്പായിരുന്നു ജോലി. അതുകൊണ്ടാ പഠിക്കാതെ അവിടെ നിന്നുകൊണ്ടാ കൊണ്ടുവന്നേ അവൻ പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന കേൾക്കാറ്. അതിനാണ് മലപ്പുറത്തോട്ട് ആക്കിയത്. അവിടെ ആരൊക്കെ പഠിക്കാൻ ചെയ്യുന്നത്? എന്റെ മോനുണ്ടാക്കിയ വീടിനകത്ത് മരുന്ന് കിടന്നോണ്ട് ഇപ്പൊ എന്റെ മോനെ എങ്ങാണ്ട് കൊണ്ട് വിളിക്കും. നീ കൊണ്ട് നിർത്തടാ. നീ വലിയ നല്ലവനാവും ആദ്യം. നീ എന്റെ മോള് വെച്ച് പോയി. എന്റെ അച്ഛൻ വെച്ചതാ. എന്റെ മോളെ എനിക്ക് വീട് വെച്ച് തരുമ്പോ അവരെ അതിനകത്ത് നിർത്തിയില്ലെങ്കിൽ ശരിയോ പറയണോ? കൊച്ചു വെച്ച് കൊടുത്തതിനകത്ത് വേണ്ട അവളെ നിർത്തുന്നില്ല. നെല്ലിയമ്മേ ഇവന്റെ അച്ഛൻ വെച്ചതാ. നീ എന്തിനും അങ്ങനെയില്ല. നീ നിന്റെ മോൻ വെച്ചതിനകത്ത് മരുന്ന് കിടന്നിട്ട് അവനെ എങ്ങാണ്ട് കൊണ്ട് കളഞ്ഞേക്കില്ലടാ. നീ കൊണ്ട് നിർത്തടാ. നിന്റെ മോന്റെ കാശില്ലയോ അത്? നിന്റെ മോന്റെ ഉണ്ടാക്കിയ കാശിനകത്തില്ലേ നീ മരുന്ന് കിടക്കുന്നില്ല. അല്ലാതെ നിനക്ക് എന്തോ ഉണ്ടായിരുന്നു? നീ വണ്ടിനകത്ത് കിടക്കുമായിരുന്നല്ലോ. ഇപ്പം വീഡിയോന്ന് പറഞ്ഞുള്ള അതിനകത്ത് കിടന്നിട്ട് നീ അവനെ ആശുപത്രിയിലെ കൊണ്ടിട്ട് ലക്ഷങ്ങളും ഉണ്ടാക്കി ലക്ഷങ്ങളും ഉണ്ടാക്കിയിട്ട് അവനെ അവിടെ കണ്ട് കൊണ്ട് കളഞ്ഞേക്കുന്നു. എന്നിട്ട് നീ ഇങ്ങനെ ഇറക്കിയൊക്കെ തിന്ന് ഫുട്ബോൾ പാലായി ഇങ്ങനെ നായിക്ക് 40 വട്ടം നേരത്തെ പോയി കള്ളും കുടിച്ചോണ്ട് നീ അയലത്ത് കാരെ ചീത്ത വിളിക്കുന്നു. നീ നിന്റെ മോനെ കൊണ്ട് നിർത്തും. എന്നിട്ട് നീ വലിയ വാദ്യടി. എന്നിട്ട് നീ ഒരു പെണ്ണിനെ അവന്റെ മോളെ നശിപ്പിക്കാനായിട്ട് നീ 10 വയസ്സുള്ള ഒരു പെണ്ണിനെ പോയി വിടാതെ നീ വെച്ചോണ്ടിരുന്നു.